ലഹരിക്ക് അടിമപ്പെടുന്ന ഒരാള് കേവലം ഒരു ലഹരിക്ക് അടിമപ്പെടുക മാത്രമല്ല, അവൻ എന്ത് ചെയ്യുന്നു? അവൻ ആ നാട്ടിലെ വലിയൊരു സാമൂഹ്യ വിരുദ്ധനായി മാറുക കൂടിയാണ്. അവൻ കള്ളനായി മാറും, കൊലപാതകയായിട്ട് മാറും, നാട്ടിലെ സ്ഥിരം ശല്യക്കാരനായിട്ട് മാറും. വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളെ മുച്ചൂടും നശിപ്പിക്കുന്ന ഒരു വലിയൊരു സാധനമായിട്ടാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവര് മാറുന്നത്. ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം നമുക്കില്ല. നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മുൻകാല ആളുകളെ നമ്മൾ അറിയണം. 93 വയസ്സിൽ മരിച്ച ONV കുറുപ്പ് എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്തിന് നൽകിയ ഒരുപാട് ഗാനങ്ങളുണ്ട്, ഒരുപാട് കവിതകളുണ്ട്. ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണ ദിവസം വരെ ഒരു തുള്ളി മദ്യം ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കാതെ കടന്നുപോയ ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്ന് ഇത്തരത്തിലുള്ള കവിതകൾ രചിക്കുന്നതിനോ ഗാനങ്ങൾ ഉണ്ടാക്കുന്നതിനോ എഴുതുന്നതിനോ ഒന്നും ഒരു തടസ്സവും നേരിട്ടിട്ടില്ല. കവി അയ്യപ്പൻ ഒരുപാട് നല്ല കവിതകൾ നമുക്ക് തന്നയാളാണ്. പക്ഷെ ഇടക്ക് വെച്ച് നിർത്തിപ്പോയ ആളാണ്. എന്തുകൊണ്ടാ? അദ്ദേഹത്തെ നശിപ്പിച്ചത് അദ്ദേഹം കഴിക്കുന്ന മദ്യമായിരുന്നു. മിന്നാമിനുങ്ങേ എന്ന് പാടി നമ്മളിലേക്ക് എത്തിയ കലാഭവൻ മണി നമുക്കറിയാം. ഇപ്പോഴും നമ്മളെ മുന്നിൽ സൂപ്പർ സ്റ്റാറായി നിൽക്കാൻ പ്രാപ്തനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇടക്ക് വെച്ച് തിരിഞ്ഞു നടന്നത് അദ്ദേഹം ഉപയോഗിച്ച ലഹരി കാരണമാണ്. നമ്മൾ അറിയണം. നമ്മളോട് പറയും, എടാ നല്ല കവിത വരണ്ടെങ്കിൽ, നല്ല കഥ വരണ്ടെങ്കിൽ കുറച്ച് കഴിക്കണം, ഒന്ന് പുകക്കണം. നമ്മളോട് പറയും. യഥാർത്ഥത്തിൽ ഈ കഥയും കവിതയും വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുകക്കുകയോ കഴിക്കുകയോ ഒന്നും വേണ്ട. അല്ലാണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഈ സാധനം ഉണ്ടെങ്കിൽ, നിങ്ങൾ നന്നായി പുസ്തകം വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിലേക്ക് അറിയാതെ ഈ സാധനമൊക്കെ വരും. പണ്ട് 10 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടില് പോലീസായാലും എക്സൈസ് ആയാലും വന്നാൽ പിടിക്കപ്പെടുന്നത് മദ്യമായിരുന്നു അല്ലെ. നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ പോയാൽ ആടിയിടി നിൽക്കുന്ന കൊള്ളടിക്കുന്നവരൊക്കെ നമ്മൾ പിടിക്കും. 15 കേസൊക്കെ ചെയ്തു 10 വർഷങ്ങൾക്ക് മുന്നേ. ആ പിടിക്കപ്പെടുന്നവരുടെ പ്രായം നമ്മൾ നോക്കണം. ഏകദേശം 35-40 വയസ്സിന് മേലോട്ടുള്ളവരാണ്. 50, 60, 70 ഒക്കെ പ്രായമുള്ളവരായിരിക്കും അങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷവും. ഇന്ന് ഈ 10 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മള് പിടിക്കപ്പെടുന്നത് വെള്ളോ ഈ പറഞ്ഞ മദ്യമൊന്നല്ല, പകരം MDMA-യും കഞ്ചാവും ഹാഷിഷും ഉൾപ്പെടെയുള്ള അതിമാരകമായ ലഹരി വസ്തുക്കളാണ് പിടിക്കപ്പെടുന്നവർ. 20, 21, 22, 25 വയസ്സ് വരെ വരുന്ന നമ്മുടെ മക്കളാണ് ആ തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിന് എത്തിക്കാൻ ഈ നാട്ടിലെ വളരെ ചുരുക്കം വരുന്ന സാമൂഹ്യ വിരുദ്ധർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നമ്മളാണ്. നമ്മുടെ ജാഗ്രത കുറവാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ആ തിരിച്ചറിവിലൂടെ പൊതുജന വായനശാല കുട്ടാവിലെ പ്രിയപ്പെട്ട ഓരോരുത്തരും ഈ തിരിച്ചറിവ് നമ്മളിലേക്ക് എത്തിക്കുകയും നമ്മുടെ വീട്ടിലെ കുട്ടികളെ നിരീക്ഷിക്കുന്നതോടൊപ്പം, നമ്മുടെ നാട്ടിലെ കുട്ടികളെ നിരീക്ഷിക്കുന്നതോടൊപ്പം അവര് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും അതിനുള്ള ഇടപെടൽ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നാച്ചുറൽ ആയിട്ടുള്ള ലഹരി കിട്ടുന്നതിന് നമ്മുടെ വായനശാലയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം, നമ്മുടെ പുസ്തകങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, നമ്മൾ നടത്തുന്ന വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുകയും വേണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്.